Hi everyone, this is me Casac Benjali. പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ശരിക്കും ഇതൊരു പുതിയ വീഡിയോ അല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. കാരണം നമുക്കെല്ലാവർക്കും സംഭവിക്കാവുന്ന 10 ഫിനാൻഷ്യൽ അബദ്ധങ്ങൾ എന്ന് പറയുന്ന വീഡിയോയുടെ ആദ്യത്തെ 5 ഭാഗം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ സീരീസ് ആയ 6 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആ ഒരു കണ്ടന്റിനകത്തേക്ക് കടക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ആറാമത്തെ ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് പഠിക്കാതെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണ്. ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ചും നന്നായിട്ട് പഠിച്ചിട്ട് വാങ്ങുക. അതുപോലെ തന്നെ അത് ഏറ്റവും നല്ല റേറ്റിന് കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് വാങ്ങുക. മുൻപത്തെ പോലെയല്ല, ഇന്നത് വളരെ ഈസിയാണ്. കാരണം ഇന്ന് ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സുകൾ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ റീറ്റെയിൽ മേഖലയുടെയും ഓൺലൈൻ സൈറ്റുകൾ അവൈലബിൾ ആണ്. അവരുടെ മാർക്കറ്റ് ഓഫേഴ്സ് ഇതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാൻ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അത് ഞാൻ വാങ്ങേണ്ട എൻ്റെ പേർപ്പസിനുള്ള ഉപയോഗപ്പെടുന്ന വസ്തുവാണോ എന്നൊക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ മാർക്കറ്റ് റേറ്റ്, അത് ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് കിട്ടുന്നത് എവിടെയാണ് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് വാങ്ങുന്നത് എപ്പോഴും ഒരു ഗുഡ് ഫിനാൻഷ്യൽ ഹാബിറ്റാണ്. ഇപ്പോൾ 25,000 രൂപയ്ക്ക് കിട്ടാൻ വിലയുള്ളൊരു സാധനത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങളുടെ പേർപ്പസ് മനസ്സിലാക്കി പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അത് പിന്നെ എവിടേക്ക് 25,000 രൂപയാണ് അതിൻ്റെ നോർമൽ MRP എന്ന് വിചാരിക്കാം. ഗ്ലോബലി നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ അതിന് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇന്ന് നമ്മൾ ഒരുപാട് 10 ഷോപ്പൊന്നും കയറി ഇറങ്ങണ്ട, മറിച്ച് 10 സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ 10 സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി എവിടെയാണ് ഇതിന് ഏറ്റവും കുറഞ്ഞ ഓഫറിന് അവൈലബിൾ ഉള്ളത്, ഈ ഏറ്റവും കുറഞ്ഞ് കിട്ടാൻ സാധ്യത എവിടെയാണെന്ന് അനലൈസ് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങാൻ പോകുന്നുവെങ്കിൽ നിങ്ങൾക്കതൊരു സേവിങ് ഹാബിറ്റും ആ സേവ് ചെയ്ത പണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്ററായിട്ട് മാറാൻ പറ്റും. സോ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഇനി 7ാമത് നമ്മൾ ചെയ്യാൻ പോകുന്ന അബദ്ധം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അബദ്ധങ്ങളിൽ ഒന്നാണ് കയ്യിലില്ലാത്ത പണം കൊണ്ട് ചെലവ് ചെയ്യൽ. നമ്മളുടെ കയ്യിലില്ലാത്ത പണം കൊണ്ട് ചെലവ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ്. കാരണം ഞാൻ ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് മാനേജർ പറഞ്ഞ പ്രകാരം എനിക്കത് 20-ാം തീയതി കിട്ടും. 10 ലക്ഷം രൂപയാണ് എനിക്ക് അത് കിട്ടാൻ സാധ്യത. 20-ാം തീയതി കിട്ടും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയോട് നിങ്ങൾ പണം കടം ചോദിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ ഈ ഡേറ്റിന് എനിക്ക് പണം കടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് നിങ്ങൾ പണം കടം വാങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫുളിഷ് ആക്ട്. കാരണം നിങ്ങൾ പണം കടം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ചെലവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയോ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഈ ഡേറ്റിന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ എമൗണ്ട് കിട്ടാനുണ്ട് എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ചെലവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. ഏതെങ്കിലും കാരണത്താൽ അപ്രൂവ് ചെയ്യപ്പെട്ട ലോൺ റിജക്റ്റ് ആവാം. പണം തരാമെന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചത് കാരണം നിങ്ങൾക്ക് പണം സമയത്തിന് കിട്ടാതെയാകാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വസ്തുവോ ഒരു കാറോ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഒരാളുടെ മുന്നിൽ അപമാനിക്കപ്പെടാനുള്ള സാഹചര്യമില്ല. നിങ്ങൾക്ക് ജീവിച്ച് പോകാമെന്നിരിക്കെ കിട്ടിയേക്കാം എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ആ പണം കണ്ടിട്ട് കാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാധ്യതകളോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. കടക്കാരുടെ ശല്യം കാരണം സമാധാനം നഷ്ടപ്പെടും, ഹാപ്പിനെസ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിൽ ഒരിക്കലും തന്നെ പണം ചെലവഴിക്കരുത്, അല്ലെങ്കിൽ ആ പണത്തെ കണ്ടുകൊണ്ട് ചെലവ് ചെയ്യരുത്. അത് അപകടമാണ്. ഒരു പക്ഷേ അത് കിട്ടാതിരുന്നേക്കാം. ഓക്കെ. ഇനി 8ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലേറെ പണം കയ്യിൽ കൊണ്ട് നടക്കുക. ഇന്ന് പണമായിട്ട് ആരും കൊണ്ട് നടക്കാറില്ല, പക്ഷേ എന്നിരുന്നാലും അത് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇന്ന് എല്ലാവരും ഡിജിറ്റൽ മണിയാണ് കൊണ്ട് നടക്കുന്നത്. പലതരത്തിലുള്ള കാർഡുകളാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓരോ പേർപ്പസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ എനിക്കറിയാം, എനിക്ക് ഏറ്റവും അടുത്ത എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പോക്കറ്റിനകത്ത് എപ്പോഴും പുള്ളി ഒരു മുണ്ടാണ് എടുക്കുക, മുണ്ടിനകത്ത് ഒരു ബർമുടയാണ് പുള്ളി അതിനകത്ത് ഇടുക. അപ്പോൾ അതിൻ്റെ പോക്കറ്റിനകത്ത് എപ്പോഴും പുള്ളിയുടെ കയ്യിൽ ടോട്ടൽ എത്ര കാശാണോ ഉള്ളത്, ഇപ്പോൾ പുള്ളി ഒരു വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് പുള്ളിക്ക് ഒരു 50,000 രൂപയാണ് ജോലിയുടെ ശമ്പളം അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ ആ പണം വാങ്ങിച്ച് തീരുന്ന ദിവസം വരെ 50,000 രൂപ ആ മുഴുവൻ എമൗണ്ട് ആദ്യത്തെ ദിവസം തന്നെ പോക്കറ്റിലിടും. പിന്നെ പുള്ളി പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഈ 50,000 രൂപയുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ആദ്യ ദിവസങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ധാരാളമായിട്ട് വാങ്ങിക്കുകയും കുറഞ്ഞ ദിവസം കൊണ്ട് ആ പണം പെട്ടെന്ന് തീരുകയും ചെയ്യും. പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചിലവാക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാകും, ചിലവാക്കണമെന്ന് തോന്നും. അത് സ്വാഭാവികമാണ്, അതിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ
പണം നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നുവെങ്കിൽ 1000 രൂപയുടെ ആവശ്യമേ ഉള്ളുവെങ്കിൽ നിങ്ങൾ 1000 രൂപ പോക്കറ്റിൽ ഇടുക. ബാക്കിയുള്ള ഡിജിറ്റൽ മണിയോ മറ്റേതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. പക്ഷേ ലിക്വിഡ് ക്യാഷ് ആവശ്യത്തിലേറെ നിങ്ങളുടെ കയ്യിൽ വെക്കാതിരിക്കുക എന്നുള്ളത് പണം സേവ് ചെയ്യാനും അതുവഴി ഇൻവെസ്റ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 9ാമത്തെ കാര്യമാണ്, അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. പണം ചെലവഴിക്കാൻ പോകുമ്പോൾ എല്ലാവരും വരുന്നൊരു അബദ്ധമാണ്. കാരണം മറ്റുള്ളവരെ മുൻപിൽ ആളാകാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം പണം ചെലവഴിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുൻപിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്കിടയിൽ ഗുഡ് വിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം പണം ചെലവഴിക്കുന്ന ഒരാളുകളാണ് നമ്മൾ. അത് ഒരു മഹാ അബദ്ധമാണ്. നിങ്ങൾ പണം ചെലവഴിക്കാൻ പോകുമ്പോൾ അത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, നിങ്ങൾക്ക് അത് ചിലവാക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് അനലൈസ് ചെയ്ത്, ചിലവാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പാടുള്ളൂ. അനാവശ്യമായി പണം ചെലവഴിക്കരുത്. അത്യാവശ്യത്തിനും അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആവശ്യത്തിനും മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ കാലം കൊണ്ട് ആ പണം സേവ് ചെയ്ത് ആ പണം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലോ ബിസിനസ്സിലോ ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ എൻജോയ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വേറെ തന്നെ പറയുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും ഈ പ്രവാസികളായ ആളുകളൊക്കെ ചെയ്യുന്ന വലിയ അബദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഫണ്ട് മാനേജ്മെൻറ്റിലെ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഫ്ലോ മാനേജ് ചെയ്യാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നമ്മളുടെ ജീവശ്വാസമാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്നത് അത് വാഗ്ദത്തമായിട്ടുള്ള ഓക്സിജനാണ്, അല്ലെങ്കിൽ ജീവശ്വാസമാണ്. അത് കമ്മിറ്റഡ് ലാൻഡാണ്, നമുക്ക് കിട്ടും. പക്ഷേ ജീവിക്കണമെങ്കിൽ നോർമൽ ബ്രീത്തിന് നമുക്ക് ഓക്സിജൻ വേണം. അതുകൊണ്ട് തന്നെ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ആവശ്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള ക്യാഷ് ഫ്ലോ വേണം. ക്യാഷ് ഫ്ലോ നിങ്ങൾ ഉറപ്പുവരുത്താതെ ഒരിക്കലും തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പണം മുടക്കരുത്. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഗൾഫ് നിങ്ങൾ നിർത്തിയിട്ട് വരാൻ പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 10 ഏക്കർ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയിടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് സൈഡിൻ്റെ അടുത്തൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ലോങ് ടൈം പ്രോജക്റ്റാണ്. ഓക്കെ, ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് അത് സ്ഥലത്തിന് വില കൂടുകയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പീസായിട്ട് മുറിച്ച് വിൽക്കാനോ ഒക്കെ പറ്റും. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു സെക്യൂരിറ്റിയാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ അസറ്റ്. അതൊരു അസറ്റ് തന്നെയാണ്. പക്ഷേ അത് ക്യാഷ് ഫ്ലോ കൊണ്ട് തരുന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. ക്യാഷ് ഫ്ലോയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം തീരുമാനിക്കുന്നത്. നമ്മുടെ ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുകയുള്ളൂ. നല്ല ഭക്ഷണം കഴിക്കാനും വസ്ത്രം കഴിക്കാനും കുട്ടികളെ കൊണ്ട് യാത്ര പോകാനും വീട്ടു സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിലൊക്കെ ക്യാഷ് ഫ്ലോ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ക്യാഷ് ഫ്ലോ തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ആദ്യം ചെയ്തത് ാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോകേണ്ടത്. അത് മാത്രം ചെയ്യണമെന്നല്ല, ലോങ് ടൈം വേണം, ഷോർട്ട് ടൈം ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ്മെൻറ്റും വേണം. രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാനും പറ്റും, അത്യാവശ്യ സമയങ്ങളിൽ ഫോർച്യൂൺ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. കാരണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടിയിലോ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതിന് നല്ല ഡിമാൻഡുള്ള സമയത്ത് നിങ്ങൾക്ക് അത് വിൽക്കുന്നത് വഴി യു ക്യാൻ ക്രിയേറ്റ് എ ഫോർച്യൂൺ. ബട്ട് ഇവിടെ നിങ്ങളുടെ ക്യാഷ് ഫ്ലോക്ക് ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ക്യാഷ് ഫ്ലോ ഉറപ്പ് വരുത്താതെ ഫോർച്യൂണിന് വരുന്നത് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഫോർച്യൂൺ വന്നെന്ന് വരില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അവസാനം വാങ്ങിയതിൽ കുറഞ്ഞ എമൗണ്ടിന് വേണ്ടിയിട്ട് വിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ഈ 2 കാര്യങ്ങളും ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ 10 ഫിനാൻഷ്യൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫണ്ടുമായിട്ട്, പണം എന്ന് പറയുന്നത് ചിലർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വെറുപ്പാണ്. ഇപ്പോൾ പണം എന്ന് പറയുന്ന ഒരു വീഡിയോ ഇടുന്ന പോലും പലർക്കും ഇഷ്ടം. കാരണം മണി, ഐ ഡോണ്ട് ലൈക്ക് മണി, എനിക്കെന്തിനാണ് പണം എന്ന് പറയുന്ന ആളുകളാണ്. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ ഓടുന്നതും പണത്തിനാണ്. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വസ്തുക്കളിൽ
പണമുണ്ട്. കാരണം പണമില്ലാതെ നിങ്ങൾക്ക് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ വ്യക്തിയുടെയും, ഇപ്പോൾ ഗൾഫിൽ പോകുന്നതും ജോലി ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ എൻജോയ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് യുവർ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിൻ്റ് ആൻഡ് മൈൻഡ് സെറ്റ്. ഇതിനൊക്കെ നിങ്ങളെ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിൻ്റ് തന്നെ മാറ്റാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാംസ് കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും GCC രാജ്യങ്ങളിലെ നഗരങ്ങളിലൊക്കെ കൃത്യമായ ഫ്രീക്വൻസികളിൽ നമ്മൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 4 കണ്ണൂരിൽ നടക്കുന്നു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം സെൽഫ് മാസ്റ്ററി. ഓഗസ്റ്റ് 3 പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബറിൽ മലപ്പുറത്ത് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഖത്തറിൽ ഓഗസ്റ്റിൽ തന്നെ ഖത്തറിൽ പ്രോഗ്രാം നടക്കുന്നു. സെപ്റ്റംബറിൽ ദുബായിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ, ബിസിനസ് പ്രോഗ്രാംസ്, ബിസിനസ് സ്ട്രാറ്റജീസ്, ബിസിനസ് ലീഡർഷിപ്പ്, ഈ രീതിയിലുള്ള പല രീതിയിലുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത നഗരത്തിൽ ഞങ്ങളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമിലേക്ക്. ഒരിക്കൽ കൂടി ഈ വീഡിയോ ശ്രവിച്ചതിന് നന്ദി. ഞാൻ കസാക് ബെഞ്ചാലി.